വേഴ്സസ് പറവൂർ സെമിഫൈനൽസ്, പുത്തൻവേലിക്കരയിലെ സെമിഫൈനൽസ്. അങ്കമാലിയിലെ മാച്ചിന് ശേഷം ഞാൻ നേരെ ഓടിയെത്തിയത് പുത്തൻവേലിക്കരയിലേക്കാണ്. സോ കണ്ണൻ ചേട്ടൻ ഫ്രം പറവൂർ ടീം സ്റ്റാർട്ടിങ് ദ അറ്റാക്ക്. 4 ഓവർ മാച്ചാണ്. ഫസ്റ്റ് ബോൾ കണ്ണൻ ടു നന്ദി. ഗുഡ് ഡെലിവറി സ്റ്റാർട്ടിങ് വിത്ത് എ സിംഗിൾ. 1-1. The left-hander Achu will be striking the second delivery from Kannan. Kannan around the wicket എടുക്കുന്നു ലെഫ്റ്റ്-ഹാൻഡറിന് വേണ്ടി. ഷിജു ആണ് മെയിൻ അമ്പയർ. ദാസപ്പൻ is the leg umpire. So Kannan to Achu. Second delivery coming now. പ്രോപ്പർ കണക്ഷൻ കിട്ടുന്നില്ല. സെക്കൻഡ് റൺ. പിച്ച് അത്രത്തോളം മോശമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. സോ ഇറ്റ്സ് 3 after 2 balls. ടു അച്ചു. ഫുൾ ടോസ് ആണ്, പക്ഷെ പേസി ഡെലിവറി. ഒരു പ്രോപ്പർ കണക്ഷൻ കിട്ടണില്ല. ദാറ്റ്സ് റൺ ഔട്ട്. 3 പന്തിൽ 4-1. 3-4. Kannan to Achu. The most experienced player. വീണ്ടും കണക്ഷൻ ആവുന്നില്ല. പേസി ഡെലിവറിയാണ്. ഷൈജിത്ത്. Another 2 for Achu. It's 6 after 4 balls. 4 പന്തിൽ 6. Kannan to Achu. 5ാമത്തെ ബോൾ. അത് എതുവഴിയാ പോയ ബോൾ. എൻ്റെ പൊന്നു, എന്താ സ്പീഡ്! അത്രയും സ്കിഡായി കിടക്കുന്ന പിച്ചായതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് ലഭിക്കുന്ന ബോൾ. കണക്ഷൻ. 7 റൺ. ആ ബോൾ എങ്ങനെയാ പോയത്? എൻ്റെ ചെവിയുടെ അടുത്തൂടെ മൂളി പറന്നു പോയത്. 7 റൺ. ആദ്യത്തെ ഓവർ പിന്നിടുമ്പോൾ 7 റൺ. ശ്രമകരമായാണ് ഈ ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ജാങ്കോയും സംഘവും. അത്രയും മഴ വെള്ളം പിച്ചിൽ തങ്ങി നിൽപ്പുണ്ട്. എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാനേജ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് ദാസപ്പനും ഷിജുവും ജാങ്കോയും ഒക്കെ ചേർന്ന. ഫസ്റ്റ് ഡെലിവറി ബ്ലൈൻഡ് ഷോട്ട്, നോ റൺ. മുടിയൻ. again a good delivery from മുടിയൻ to Achu. മനോഹരമായി എറിയുന്നു. മുടിയൻ to Achu. അത് കണക്റ്റായി. That's a sixer. മുടിയൻ to Achu. That's a wide delivery. വീണ്ടും മുടിയൻ to Achu. 4ാമത്തെ ബോൾ. അത് സുറുവിൻ്റെ കൈകളിലേക്ക് ഒരു ഈസി ക്യാച്ച്. അച്ചു മടങ്ങുന്നു. 3ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പുതിയ ബാറ്റ്സ്മാൻ നമുക്ക് നോക്കാം. റോസ് നേരെ സ്ട്രേറ്റ് ടു ദ ഫീൽഡർ. ഗുഡ് കളക്ഷൻ ഫ്രം സുരു. മുടിയൻ ടു പ്രജിത്ത് നൗ. പേസി ഡെലിവറി, നോ റൺ. റോസ് ബാക്ക് ടു സ്ട്രൈക്ക്. പുള്ളിയുടെ പേരെന്തായിരുന്നു ബോളറുടെ? സോനിഷ്. നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സോനിഷുമായിട്ട്. വളരെ നല്ലൊരു പേസ് ബോളറാണ്. വെയിറ്റ് ആൻഡ് സീ. സോനിഷിൻ്റെ ഫസ്റ്റ് ബോൾ സ്ട്രേറ്റ് ടു സോനിഷ്. റോസിന് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോനിഷ് ടു റോസ്. പേസി ഡെലിവറി ഫ്രം സോനിഷ്. Sonish to Ross, third delivery. Again a dot. സുറു വീണ്ടും വൈറലാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. Now Sonish to Ross. Dot again. Sonish to Ross. സിംഗിൾ. ഒരു സിംഗിൾ മാത്രം. It's 16 after 17 balls. Very good over from Sonish. So Sonish to Prajit.
കണക്റ്റ് ആവുന്നില്ല. ഓൺലി എ സിംഗിൾ. ഇറ്റ്സ് 17 ആഫ്റ്റർ 18 ബോൾസ്. 3 overs ഡൺ. ഫൈനൽ ഓവർ, അവസാനത്തെ ഓവറിലേക്ക് നമ്മൾ എത്തുന്ന കളി. പ്രജിത്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാവക്കുട്ടൻ. ഇത്രയും നാളെ ഞാൻ വാവക്കുട്ടൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്ത കറക്റ്റ് അല്ല. സോ ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നു. വാവക്കുട്ടൻ്റെ ആദ്യത്തെ ബോള് പ്രജിത്ത് ഒരു സിംഗിൾ എടുത്ത് റോസിന് സ്ട്രൈക്ക് കൊടുക്കുന്നു. ഇറ്റ്സ് 18 ആഫ്റ്റർ 19 ബോൾസ്. ഇറ്റ്സ് 18 ആഫ്റ്റർ 19 ബോൾസ്. വീണ്ടും സുറുവിനൊരു മിസ്റ്റേക്ക്. സുറു ഇന്ന് വീണ്ടും വൈറലാവും. സോ 2 runs സ്കോർഡ്. 2 ബോളിൽ 2 runs. ഇറ്റ്സ് 19 ആഫ്റ്റർ 20 ബോൾസ്. 4 ബോളുകൾ കൂടി ശേഷിക്കുന്നു. ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പ്. സാധാരണ നമ്മൾ ബോളേഴ്സിൻ്റെ ശവപ്പറമ്പല്ല കണ്ടിട്ടുള്ളത്. സിംഗിൾസാണ് മാക്സിമം നേടാൻ സാധിക്കുന്നത്. കാരണം അത്രയും പേസിലാണ്, അത്രയും സ്കിഡായിട്ടാണ് ബോളുകൾ വരുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ 4th ബോൾ ഓഫ് അനന്തുസ് ഓവർ. അനന്തു ടു റോസ്. ഈ ബോൾ കണക്ട് ചെയ്യാൻ സാധിക്കുമോ റോസിന്? ദാറ്റ്സ് ഇറ്റ് ഫ്രം റോസ്. Anandu to Ross. Will they go for a double? That's a wicket. Ross മടങ്ങുന്നു. 2 കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. So final delivery coming now. Anandu to Safwan. They go for a double. Will they go for a double? That's 2. ഒരു ബോൾ കൂടെ ബാക്കിയുണ്ടോ? സ്കോർ. 29. 29 സ്കോർ ചെയ്തിരിക്കുന്നു. 30 ജയിക്കാൻ പറവൂരിന്. റോസ് വിൽ ബി സ്റ്റാർട്ടിംഗ് ദ അറ്റാക്ക് ഫോർ ഫിക്കേഴ്സ്. ദാസപ്പന്റെ കഷ്ടപ്പാടുള്ള പണി. പേസി ബോളർ റോസിന്റെ പേസ്. Another pacey delivery. That's wicket for Ross. മറ്റേ ബോൾ റോസം ഷാറ്റു മുടിയൻ. വീണ്ടും ഒരു പേസി ഡെലിവറി. aggressive and kind. Some shot to Mudian. That's a wide delivery. That's a single. So it's 3. Pace മുഖ്യം ബിഗിലെ. റോസം ഷാറ്റ് ടു അനന്തു. വാവൂട്ടൻ എന്ന ഓമന പേരുള്ള അനന്തുവിനെതിരെ റോസം ഷാറ്റ്. That was a great try. പിടിയിലൊതുക്കാനാവുന്നില്ല. പക്ഷെങ്കിൽ വീണ്ടും മനോഹരമായൊരു ബോൾ റോസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. ഇറ്റ്സ് 3 ആഫ്റ്റർ 4 ബോൾസ്. റോസിന്റെ പേസ് കാണിച്ചു തരാം. It's only a first bounce. റോസിന്റെ അവസാനത്തെ ബോൾ. റോസ് ടു മുട്ടിയൻ. മികച്ച റണ്ണിങ് ക്യാച്ചിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് ഓവർ ഫ്രം റോസ്. ബ്യൂട്ടിഫുൾ ഓവർ. തൃശ്ശൂരിൻ്റെ ആവനാഴിയിൽ പേസ് ബോളേഴ്സ് ഒരിക്കലും അവസാനിക്കില്ലെന്ന് തെളിയിക്കുന്ന പുതിയ ബോളർ പ്രജിത്ത് ബോൾ ചെയ്യുമ്പോൾ മുടിയൻ ബാറ്റ് ചെയ്യുന്നു. 26 റണ്ണ് വേണം ഇനി 18 പന്തിൽ ജയിക്കാൻ. അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി സ്കോറായിട്ട് തോന്നും. പക്ഷേ ഇതുപോലെ സ്കിഡ് ആവുന്ന ഒരു പിച്ചിൽ അത് ഒട്ടും ഈസി ആവില്ല. ബോളേഴ്സ് പ്രോപ്പറായിട്ട് ലെങ്തിൽ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ബോളേഴ്സിനാണ് ഇവിടെ അഡ്വാൻറ്റേജ്. ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പാണ് ഇന്ന് പുത്തൻവേലിക്കര ഗ്രൗണ്ട്. നോർമലി ബോളേഴ്സിൻ്റെ ശവപ്പറമ്പായിരുന്ന പുത്തൻവേലിക്കര ഗ്രൗണ്ട് നേരെ ഉൾട്ടെ അടിച്ചിരിക്കുകയാണ്. നൗ പ്രജിത്ത് ടു മുട്ടിയൻ. ഫസ്റ്റ് ഡെലിവറി കമ്മിങ് നൗ. വാട്ട്സ് എ വൈഡ് ബോൾ. പ്രജിത്തിനും പേസ് കുറവില്ല. പേസി ഡെലിവറി. പ്രജിത്ത് ടു വിഷ്ണു ദ മുട്ടിയൻ.
അത് പ്രജിത്തിലേക്കോ അല്ല, അവിടെ ഒരു ഫീൽഡർ എടുക്കുന്നു. ഗുഡ് ഡെലിവറി, മടങ്ങുന്നു ബാറ്റ്സ്മാൻ. വളരെ മികച്ചൊരു ലെങ്ത് ബോൾ പ്രജിത്തിന്റെ ഭാഗത്തു നിന്നു. പ്രജിത്ത് രണ്ടാമത്തെ ബോൾ മരത്തിലിടിച്ചു, എങ്ങനെയോ സേവ് ചെയ്യുന്നു. ഓൺലി എ സിംഗിൾ. 8 പന്തിൽ പറവൂർ സ്കോർ ചെയ്തിരിക്കുന്ന 6 റണ്ണാണ്. 9ാമത്തെ ബോൾ പ്രജിത്ത് എറിയാൻ തയ്യാറെടുക്കുന്നു. That's another good delivery. That's another single. 7 റൺ. 9-7. 10ാമത്തെ ബോൾ. സ്ട്രൈറ്റ് ആണ് സ്കൈല്. പ്രജിത്ത് അത് മിസ് ചെയ്യുന്നു. അതൊരു 2 റണ്ണ്, വിലപ്പെട്ട 2 റണ്ണ് സ്കോർ ബോർഡിലേക്ക്. It's 9 after 10 balls. Now പ്രജിത്ത്. അതൊരു ഓർപ്പിച്ചായിട്ട് പോലും യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ട്രേറ്റ് ടു ദ ഫീൽഡ്. ദാറ്റ്സ് എ ഗുഡ് ക്യാച്ച്. പ്രജിത്തിന് വീണ്ടും ഒരു വിക്കറ്റ്. 11 പന്തിൽ വെറും 9 റൺ മാത്രം വിട്ടുകൊടുത്ത് CKs കോളേജിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ പുതിയ ടീമാണ് കേട്ടോ. കിടിലനാണ് ഇവർ. കിടിലാണ്. റോസം ഷാ മുന്നിൽ നിന്ന് നയിക്കുന്ന ടീം. പക്ഷെങ്കിൽ അവിടെ കണ്ണൻ നമുക്ക് വേണ്ടി എത്രയോ കളികൾ ജയിപ്പിച്ചിട്ടുള്ള പ്ലെയറാണെന്നറിയാം. കേട്ടൻ പുതിയ ബാറ്റ്സ്മാനായിട്ട് എത്തുമ്പോൾ പ്രജിത്തിൻ്റെ അവസാനത്തെ ബോൾ ഈ ഓവറിനെ കിടിലൻ ഓവറായിരുന്നു. നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ദാറ്റ്സ് ഇറ്റ് ഫ്രം കണ്ണൻ. ഞാൻ എന്താണ് പറഞ്ഞത്? എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ഗൈസ്, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഇതുപോലെ സ്കിഡാവുന്ന ഒരു പിച്ചിൽ ഏത് ബാറ്റ്സ്മാനും അടിക്കും ഒരു ഹിറ്റ് അടിക്കാൻ. സ്കോർ ഈസ് 15. വേണ്ടത് 15 റണ്ണ് കൂടി 2 ഓവറിൽ. ബുദ്ധിമുട്ടാണ്, ദുർഘടമാണ്. കാരണം ഇതുപോലൊരു സ്കിഡായ പിച്ചിൽ 15 റൺ അടിക്കുക. ഈ അവസാനത്തെ ബോളിൽ 6 പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ 11 പന്തിൽ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് 9 റൺ മാത്രമാണ്. പക്ഷെങ്കിൽ അവരുടെ പ്രതീക്ഷ ഈ വരുന്ന വാവുക്കുട്ടനിലും ആ കണ്ണനിലുമാണ്. സോ വാവുക്കുട്ടൻ ബാറ്റ് ചെയ്യുമ്പോൾ CKസിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു. ഫസ്റ്റ് ബോൾ ഷോട്ട് എറിയുന്നു, കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ദാറ്റ്സ് നോട്ട് എ ഫസ്റ്റ് ബൗൺസ്. നന്ദീപാണ് ബോൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം നന്ദീപ് ടു വാവുക്കുട്ടൻ. അത് കണക്ട് ചെയ്തു വാവുക്കുട്ടൻ. ദാറ്റ്സ് എ സിക്സർ. ഇനി 9 റണ്ണ് കൂടി മതി. 10 പന്തിൽ 9 കൂടി. നന്ദീപ് ടു വാവുക്കുട്ടൻ. Straight to the fielder. That's a single. ഈ ഓവറിൽ 7 റൺ വന്നു 3 പന്തിൽ. സോ 8 റൺ കൂടി മതി ജയിക്കാൻ 9 പന്തിൽ. നന്ദീപ് ടു കണ്ണൻ ചേട്ടൻ. That's a good delivery. That's a no ball call. 9-7 കൂടി മതി പറവൂരിന് പാസ്സാവാൻ. 9 ബോൾ 7 റൺ. നന്ദീപ് ടു കണ്ണൻ. അത് കണക്റ്റ് ആയില്ല. ഒരു ക്യാച്ച് എടുത്തു കൊടുത്താൽ ഒരു സാധ്യതയാണ്. അതൊരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. 8-6 കൂടി ഇട്ടാവുന്നു. സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 6 റൺ കൂടി വിജയിക്കാൻ. That's again a good delivery. It's a no ball call. I don't know. 5 റൺ കൂടി മതി ജയിക്കാനെന്ന് തോന്നുന്നു. വളരെ മനോഹരമായി നന്ദീപ് എറിയുന്നുണ്ട്. നല്ല ടീം കോർഡിനേഷൻ ഉണ്ട് അവർക്ക്. പക്ഷേ ആ ക്യാച്ച് ഡ്രോപ്പ് അവരെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. Straight to the fielder. Yeah. Another single to the total. 4 കൂടി ജയിക്കാൻ 7 ബോൾ. 5-ൽ 2 കൂടി. 5 balls 2 to win. That's it. That's the game. That's a boundary. CKs വളരെ മനോഹരമായി ഈ കളി കളിച്ചു. അവരുടെ കോർഡിനേഷൻ നൈസായിരുന്നു. പക്ഷേ ഈ സ്കിഡ് ആവുന്ന പിച്ചിൽ അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം കളി എന്നുള്ളതാണ്.
ഓ കളി കഴിഞ്ഞില്ല. ദാറ്റ്സ് ഡ്രോ. സിംഗിൾ ടു വിൻ. ഒന്നുകൂടി വേണം ജയിക്കാൻ. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ബൗണ്ടറി അല്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. 4 ജയിക്കാൻ 1 റൺ. 4 balls 1 to win. That's a single. That's a win for Paravur team. So സിക്കേസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മിസ്റ്റേക്കുകളൊന്നും വന്നിട്ടില്ലാഞ്ഞിട്ട് പോലും കളി തോൽക്കുന്നു. പക്ഷെങ്കിൽ എന്നോട് പറഞ്ഞതൊരു കോളേജ് പ്ലേയേഴ്സ് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇറക്കിയ പുതിയ ടീം. ഈ ജേഴ്സി ഇതുവരെ ഞാൻ ഈ പുത്തൻവേലിക്കര പോയ സൈഡിൽ കണ്ടിട്ടില്ല. ദേ പ്ലേഡ് റിയലി വെൽ.